പി. സുനിൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്. 6 പതിറ്റാണ്ട് ദ്രാവിഡ രാഷ്ട്രീയം വിളഞ്ഞു പൂത്ത മണ്ണാണ്. ആ മണ്ണിലേക്കാണ് നേരിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിൻബലമില്ലാതെ സിനിമ എന്ന ഒരൊറ്റ ടൂളിനെ കൊണ്ട് 2 മാസത്തെ ഫാൻ ബേസിൻ്റെ ശക്തമായ പ്രവർത്തനത്തെ തുടർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. ഇന്ത്യ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ ചരിത്രം. അത്ര വേഗത്തിൽ പാർട്ടി ഉണ്ടാക്കിയ അത്ര വേഗം ഒരു സംസ്ഥാനത്ത് അധികാരം പിടിക്കുക. പക്ഷേ ഇത് ഡൽഹി പോലൊരു സംസ്ഥാനമായിരുന്നു, അത് അർദ്ധ സംസ്ഥാനമായിരുന്നു. പക്ഷേ തമിഴകം പോലെയൊരു സംസ്ഥാനത്തെ അതിവേഗം പിടിച്ചടക്കിയിരിക്കുന്നു വിജയ്. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് യഥാർത്ഥത്തിൽ നമ്മളെ ആകെ കോരിത്തെരിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു. ഈ താരം തിളങ്ങുമോ? താരം തിളങ്ങേണ്ടതാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ആദ്യം തുടങ്ങുന്ന മണ്ണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൂടിയാണ്. കേരളത്തിലാണ് അത് ആദ്യം ഉണ്ടാകുന്നത് 1957 EMS സർക്കാരിൻ്റെ കാലത്ത്. അതിനുശേഷം കോൺഗ്രസ് രാഷ്ട്രീയം പതിയെ മാറുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലേത്. അണ്ണാദുരൈയാണ് അതിന് തുടക്കമിടുന്നത്. പിന്നീട് അണ്ണാദുരയ്ക്കൊപ്പം നിന്ന് മാറി അണ്ണാദുരൈയുടെ മരണത്തിന് ശേഷം പിന്നീട് കരുണാനിധി വരുന്നു. കരുണാനിധിയുടെ കൈകളിലേക്ക് DMK എത്തുന്നതോടെ അതിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകുന്നു. അങ്ങനെയാണ് MGR DMK വിട്ടുകൊണ്ട് DMK എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്ന് വിജയുടെ ഈ ഒരു അധികാരത്തിലേറുന്ന ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് അണ്ണാദുരൈയുടെ ചിത്രമാണ്. അപ്പോൾ ഒരു MGR രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണ് അവിടെ വിജയ് കാണുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു ഘടന നമ്മൾ നോക്കിയാൽ വിജയ്ക്ക് പിന്തുണ നൽകുന്നത് കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികളുണ്ട്, മുസ്ലിം ലീഗുണ്ട്, അതുപോലെ തന്നെ ദളിത് പാർട്ടിയായ VCK ഉണ്ട്. അപ്പോൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നോക്കൂ, ആ സർക്കാരിനെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിച്ചത്, ആ ഒന്നാം UPA സർക്കാരിനെ നിയന്ത്രിച്ചത്, തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാതെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അന്ന് ആ സർക്കാരിനെ നയിച്ചത് പല തീരുമാനങ്ങളിലും നിർണായക തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വിവരാവകാശ നിയമം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊക്കെ തന്നെ ആ സർക്കാരിനെ നയിച്ചത് അന്ന് ചെറിയ ചെറിയ പാർട്ടികൾ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ ആ സർക്കാരിനുണ്ടായിരുന്നു. അന്ന് ശരിയായ ദിശയിലേക്ക് ആ സർക്കാരിനെ നയിക്കാൻ ഈ ചെറിയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപക്ഷെ വിജയിയുടെ സർക്കാരിനെ മുന്നോട്ട് നല്ല ദിശയിലേക്ക് നയിക്കാൻ ഒരുപക്ഷെ ഈ ഒരു കൂട്ടുകെട്ടിന് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട് നമുക്കറിയാം, MGR ആയാലും ആന്ധ്രയിൽ NTR ആയാലും ജനഹൃദയങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ 2 നേതാക്കൾ ആ സംസ്ഥാനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ജനപ്രിയ തീരുമാനങ്ങൾ കൊണ്ടാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ, അതൊക്കെ MGRൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നേതാക്കൾ ഇപ്പോഴും തമിഴ്നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വിജയ്ക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, MGRൻ്റെ പാത പിന്തുടരണോ അതോ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാത പിന്തുടരണോ എന്നത്. MGRൻ്റെ പാത പിന്തുടരും എന്ന ഒരു വ്യക്തമായ സൂചനയാണ് വിജയ് ഇന്ന് നൽകുന്നത്. ഈ MGRൻ്റെ കാലത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാലോ. അന്ന് ആ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്കൊരു വിഭജന കാലത്ത് നമ്മൾ വലിയ പലായനം കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ പലായനമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിപ്പോകുന്നത്. മുംബൈയിലൊക്കെ അങ്ങനെയാണ് വലിയ ചേരികൾ ഉണ്ടാകുന്നത്. ധാരാവിയിലെ ചേരി, ഡൽഹിയിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തമിഴർ മാത്രം പാർക്കുന്ന 1-ലധികം ചേരികളുണ്ട്. ഡൽഹിയിൽ ഞാൻ പോയിട്ടുണ്ട് ആ ചേരികളിലൊക്കെ. ഡൽഹിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുഷ്ഠരോഗികൾ മാത്രം ജീവിക്കുന്ന കോളനികളുണ്ട് ഡൽഹിയിൽ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ തന്നെ വലിയ പലായനം, അത്രയ്ക്ക് വലിയ പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ മലേഷ്യയിലൊക്കെ തന്നെ അപ്പോൾ ഒരുപാട് പേരും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വലിയ മാറ്റമുണ്ടാക്കിയ നേതാവായിരുന്നു MGR എന്ന് പറയുന്നത്. അണ്ണാദുരൈയൊക്കെ തന്നെ ആ മാറ്റത്തിന് വേണ്ടിയാണ് പിന്നീട് പ്രവർത്തിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ MGR വരുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയിൽ വിജയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ജനത്തെ നിങ്ങൾ ഹൃദയത്തിലേറ്റി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേറ്റും എന്നത് ഉറപ്പാണ്. അവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ തൂത്തെറിയും എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് തമിഴ്നാട് നേരിടുന്നത്. വിജയ് മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബദൽ രാഷ്ട്രീയ സന്ദേശമാണ്. എന്താണ് ചിരിക്കുന്നത് മാധു? ചിരിച്ചൂടെ? ബദൽ രാഷ്ട്രീയ സന്ദേശമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഈ TVK രൂപീകരിക്കുന്നതിന് കുറച്ചു കാലം മുൻപ്
തമിഴ്നാട്ടിൽ ഇവിടെ യാത്ര ചെയ്തപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു, എന്താണ് തമിഴ്നാട്ടിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? അപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്, ഞങ്ങളുടെ തലവിധിയാണ്, ഇവിടെ ആകെ 2 പാർട്ടിയേ ഉള്ളൂ, ഒന്ന് DMK അല്ലെങ്കിൽ AADMK. ഈ 2 പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ചോയ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വിജയ് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത്, വിജയിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, കാരണം അവർക്കൊരു സർക്കാർ ഉണ്ടാക്കി ഭരിച്ച് ഇതുപോലെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 3-4 മാസം മുൻപാണ് ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത്. പക്ഷേ ഈ 4 മാസം കൊണ്ട്, അരുൺ സാർ പറഞ്ഞതുപോലെ ചെറിയ കാലയളവ് കൊണ്ട് വിജയ്ക്ക് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറാൻ സാധിച്ചു, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് ഇനി എങ്ങനെ വിജയ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിലെ ഈ ഒരു ജനവിധി എന്ന് പറയുന്നത് ഒരു പുതിയൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. കാരണം വലിയ പാർട്ടികൾ, കുത്തക പാർട്ടികൾ, വലിയ പാരമ്പര്യമുള്ള പാർട്ടികൾ, ആ പാർട്ടികൾക്ക് മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു തോന്നലിനുള്ള ഒരു മാറ്റം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ജനവിധി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളായി ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരും, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുമെന്നുള്ളതാണ്. ഏതായാലും വിജയ്ക്ക് വലിയൊരു അവസരമാണ് ആ അർത്ഥത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അത് വിജയ് എങ്ങനെ വിജയിക്കും, പ്രയോജനപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വിജയ്ക്ക് തിളങ്ങാൻ കഴിയും എന്ന് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ ഘടനയൊക്കെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ അർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം വിജയ്ക്ക് നിറവേറ്റാൻ സാധിച്ചാൽ വിജയ്ക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയും. അതല്ല എങ്കിൽ ഡൽഹി വിജയ്ക്ക് മുന്നിൽ ഒരു വലിയ പാഠമായിരിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പോലെ, അതായത് വലിയ പ്രതീക്ഷയിലാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വന്നത്, പക്ഷേ വളരെ നിസ്സാരമായി എങ്ങനെയാണോ ഉയർത്തിക്കൊണ്ടുവന്നത് അതുപോലെ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ എടുത്ത് എറിഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് പാത വേണം എന്ന് തീരുമാനിക്കേണ്ടത് വിജയ് തന്നെയാണ്. ഓക്കെ. Meet the editors.